അല്ല ഗൈസ്, ഞങ്ങൾ കാശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ്. പരപ്പനങ്ങാടി നേരെ ബാംഗ്ലൂർക്കാണ്. ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഡൽഹിക്ക് രാജധാനി എക്സ്പ്രസ് ആണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അത് മിസ്സായി, ഡിലായി സ്റ്റേഷനിലെത്തിയ. നെക്സ്റ്റ് പ്ലാൻ ബി, ഫ്ലൈറ്റിന് നേരെ ഡൽഹിക്ക്. രാത്രി 2:30ക്കാണ്. 2.5 മണിക്കൂർ, ഏകദേശം 3 മണിക്കൂറോളം നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. ഇത് മക്കളായിട്ട് ഇങ്ങനെ ഉറക്കമില്ലാത്ത രീതിയിൽ നിൽക്കുകയാണ്. പിന്നെ അവിടുന്ന് ഇതാ ഫ്ലൈറ്റിലേക്ക്. എൻ്റെ പിള്ളേർ ഫസ്റ്റ് ടൈമിലാണ് ഫ്ലൈറ്റ് കയറുന്നത്, അതിൻ്റെയൊക്കെ ടെൻഷനൊക്കെ ഉണ്ട്. നോ പ്രോബ്ലം, അടിപൊളിയായിട്ട് ഞങ്ങളിതാ ഫ്ലൈറ്റിൽ കയറി അവിടുന്ന് നേരെ ഡൽഹിയിലെത്തി. ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ക്ലോക്ക് റൂമിൽ നമ്മൾ ലഗേജ് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് പ്ലാൻ ആഗ്രയിലേക്കാണ്. ആഗ്രയിൽ നമ്മൾ ഓൾറെഡി ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ട്രെയിനിലാണ് ആഗ്രയ്ക്കുള്ള യാത്ര. ഇതുവരെ ഉണ്ടായിരുന്ന പ്ലാനുകൾ മുഴുവനും കാശ്മീറായിരുന്നു. കാശ്മീരിലേക്ക് തിരിച്ച് നമുക്ക് ഡൽഹിയിൽ നിന്ന് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടെൻഷനായിരുന്നു ആ ഒരു പ്രശ്നം. പിന്നെ നമ്മൾ വെടിയപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പോകണ്ടോ എന്നുള്ള ടെൻഷനായിരുന്നു. ഏതായാലും താജ്മഹൽ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ അമേരിക്കൻ്റെ ഒരു പ്രതിനിധി വരുന്നതിൻ്റെ പേര് ഉച്ചവരെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം താജ്മഹൽ എത്തി. അടിപൊളിയായി. ഫസ്റ്റ് ടൈം താജ്മഹൽ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഭയങ്കരമായിരുന്നു. അടിപൊളി, കാണാൻ ഒരു സംഭവം തന്നെയാണ്. അത്രയും ഭംഗിയിൽ ഷാജഹാൻ മുംതാസിന് വേണ്ടി നിർമ്മിച്ച ആ താജ്മഹലിനെ അടുത്ത് തൊട്ടറിയാൻ പറ്റിയപ്പോൾ വളരെയധികം സന്തോഷമായി. അതിലെ ഓരോ ഡിസൈനുകളും നമ്മളെ കണ്ണിന് കുളിർമയേകുന്ന രീതിയിലുള്ള ഒരുപാട് ഡിസൈനുകൾ അതിനകത്തുണ്ടായിരുന്നു. കയറുമ്പോൾ തന്നെ താജ് മുംതാസിൻ്റെയും ശ്മശാനം നമുക്ക് ഇതിൻ്റെ മുമ്പിൽ കാണാം. പിന്നെ അതിൻ്റെ കമാനങ്ങളൊക്കെ വളരെ ഭംഗിയായിരുന്നു. നേരെ പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ അതിന് മാർബിളിൽ ചെയ്തൊരു ഡിസൈൻ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു ആ കളർ കോമ്പിനേഷനൊക്കെ. അത് കഴിഞ്ഞിട്ട് നേരെ എക്സിറ്റാണ്. താഴോട്ട് ഇറങ്ങി അവിടുന്ന് നേരെ ഒരു കോട്ടയുണ്ട്. കോട്ടയിൽ നിന്ന് പിന്നെ പോകുന്നത് നമ്മൾ തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ. ലോക്കൽ ട്രെയിനായിരുന്നു. വളരെ ദയനീയമായിരുന്നു യാത്രയൊക്കെ. അത് കഴിഞ്ഞ് നമുക്ക് ഡൽഹിയിൽ നിന്ന് നമ്മൾ കാശ്മീർ ട്രിപ്പ് ക്യാൻസൽ ചെയ്തുകൊണ്ട് തന്നെ വോൾവോ ബസ് നമ്മൾ നേരെ മണാലിലേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് രാത്രി പകൽ നമ്മൾ മണാലി എത്തി. മണാലി ഒരു 9 മണിക്ക് നമുക്ക് മണാലി എത്തി. ഓൾറെഡി നമ്മൾ അവിടുന്ന് ഒരു സുഹൃത്തിന് പ്രകാരം റൂമും സെറ്റാക്കി. അടിപൊളി, കുഴപ്പമില്ല, നല്ല റൂമും കാര്യങ്ങളൊക്കെ അവർ അവിടെ നിന്ന് നമുക്ക് സെറ്റാക്കി വെച്ചിരുന്നു. മണാലി ഇറങ്ങിയ ഉടനെ തന്നെ നമുക്ക് അവർ ഏൽപ്പിച്ചൊരു വണ്ടീനകത്ത് നമ്മൾ ആ റൂമിലെത്തി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റൂം, നല്ല സർവീസായിരുന്നു. അവിടുന്ന് നമ്മൾ എന്താ വെച്ചാൽ നെക്സ്റ്റ് അവിടെ നിന്നാണ് സ്നോ കാണാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് പോയത്. അടിപൊളിയായിരുന്നു. സത്യത്തിൽ ജീവിതത്തിൽ നമ്മൾ എന്തായാലും കാണേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. കുട്ടികളായിട്ട് ഇപ്പോൾ തണുപ്പ് കുറവായതുകൊണ്ട് തന്നെ അധികം പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല തണുപ്പുള്ള സമയത്ത് ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാവാം. അത് തന്നെ തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോകുന്നു. ആ സമയത്ത് നമുക്ക് ഞങ്ങൾ അവിടെ നിന്ന് കേബിൾ കാറിന് മുകളിൽ ഒരു നല്ലൊരു വ്യൂവും കണ്ട് തിരിച്ച് റൂമിലെത്തി. താങ്ക് യു.